ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 16, നാരായണാവതാരവും ദക്ഷയാഗവും. ഇതിൻ്റെ വൃത്തം വസന്ത തിലകം. നാരായണാവതാരത്തിനുള്ള ഭൂമിക പറയുന്നു. ദക്ഷോ വിരിഞ്ചതനയോദ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശജാപനന്യാഃ ധർമ്മേ ത്രയോദശദോ പിതുഷു സ്വദാം ച സ്വഹാം ഹവിർഭുജി സതിം ഗിരിശേ ത്വദംശേ. ദക്ഷോ വിരിഞ്ചതനയഃ അത മനോഹോ തനൂജാം. മനോഹോ പറയുമ്പോൾ തനൂജാം, മനോ ഒന്നിച്ചിട്ട് പറയും മനോസ്തനൂജ, അവിടെ സ വരും. മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിം ഇഹ ഷോഡശജാവകന്യാഃ ധർമ്മേ ത്രയോദശദോ വിദുഷു സ്വദാം ച സ്വഹാം ഹവിർഭുജി സതിം ഗിരിശേ ത്വദംശേ. സ്വയംഭൂമനുവിൻ്റെ ഒരു മകളായ ദേവഹൂതിയെ കർദമ പ്രജാപതിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അതിലുണ്ടായ കുട്ടിയാണ് കപില മഹർഷി. കപില മഹർഷിയുടെ ചരിത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ കേട്ടു. ഇനി ഈ ദശകത്തിൽ പറയുന്നത് സ്വയംഭൂമനുവിൻ്റെ വേറൊരു പുത്രിയായ പ്രസൂതിയെ കുറിച്ചിട്ടാണ്. സ്വയംഭൂമനുവിന് പ്രിയവ്രതൻ, ഉത്താനപാദൻ, ആകൂതി, പ്രസൂതി, ദേവഹൂതി, അങ്ങനെ 5 മക്കളാണ്. 2 ആൺമക്കളും 3 പെൺമക്കളും. അതിൽ ദേവഹൂതിയുടെ കാര്യം പറഞ്ഞു. ഇനി പ്രസൂതിയുടെ കാര്യമാണ് പറയണത്. അത വിരിഞ്ച തനയഃ ദക്ഷഃ. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷപ്രജാപതി മനോഹോ സ്വയംഭൂ മനുവിൻ്റെ തനൂജാം പുത്രിയായ പ്രസൂതിയെ ലബ്ധ്വ വിവാഹം ചെയ്ത് ഇഹ ഷോഡശ കന്യാഹ ആപച ഇവളിൽ 16 കന്യകകളെ ലഭിക്കുകയും ചെയ്തു. കന്യാഹ ആപച 16 കന്യകകളെ ലഭിക്കുകയും ചെയ്തു. ധർമ്മേ ത്രയോദശ ധർമ്മദേവന് അതിൽ 13 കന്യകമാരെയും പുതുക്കൾക്ക് സ്വതയെയും അഹിർഭുജി സ്വഹം അഗ്നിക്ക് സ്വഹയെയും ത്വദംശേ അവിടുത്തെ മൂർത്തിഭേദമായ ഗിരിശേ ശിവന് സതിം ച ദദു സതിയെയും വിവാഹം ചെയ്തു കൊടുത്തു. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷപ്രജാപതി സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്ത് അവളിൽ 16 കന്യകകളെ ലഭിച്ചു. ധർമ്മദേവന് 13 കന്യകമാരെ, പുതുക്കൾക്ക് സ്വതയെ, അഗ്നിക്ക് സ്വാഹ, അവിടുത്തെ മൂർത്തിഭേദമായ ശിവന് സതിയെ, അങ്ങനെ 16 മക്കളെയും കല്യാണം കഴിച്ചു കൊടുത്തു. ആശയത്ത് വിവക്ഷ കൊണ്ട് ധർമ്മേ ഇത്യാദി സപ്തമി പ്രയോഗം. ഭാഗവതത്തില് ചതുർത്ഥ സ്കന്ധം 1-ാം അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകം മുതൽ 7-ാമത്തെ അധ്യായം അവസാനം വരെ പ്രതിപാദിച്ചിട്ടുള്ള അതിൻ്റെ സംക്ഷേപമാണ് ഈ ദശകം. ദക്ഷോ വിരിഞ്ചതനയോദ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശജാവകന്യാഃ ധർമ്മേ ത്രയോദശദോ പിതുഷു സ്വദാം ച സ്വഹാം ഹവിർഭുജി സതിം ഗിരിശേ ത്വദംശേ. ദക്ഷോ വിരിഞ്ചതനയോദ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശജാവകന്യാഃ ധർമ്മേ ത്രയോദശദോ വിദുഷു സ്വദാം ച സ്വഹാം ഹവിർഭുജി സതിം ഗിരിശേ ത്വദംശേ. ദക്ഷോ വിരിഞ്ചതനയോദ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശജാവകന്യാഃ ധർമ്മേ ത്രയോദശദോ പിതുഷു സ്വദാം ച സ്വഹാം ഹവിർഭുജി സതിം ഗിരിശേ ത്വദംശേ. ദക്ഷോ വിരിഞ്ചതനയോദ മനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശജാവകന്യാഃ ധർമ്മേ ത്രയോദശദോ പിതുഷു സ്വദാം ച സ്വഹാം ഹവിർഭുജി സതിം ഗിരിശേ ത്വദംശേ. ഹവിർഭുജി പറയുമ്പോൾ അഗ്നി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.